കുറേ കാലം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു ലോങ് ജേണി കഴിഞ്ഞ് തിരിച്ചും നമ്മുടെ കൊച്ചു കേരളത്തിലെത്തുമ്പോൾ ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ലൊക്കേഷനിൽ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കാറില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ ചങ്ങായി എന്നുള്ളത് കേട്ടോ. നമ്മുടെ വയനാട് മേപ്പാടിയിലുള്ള 300 ഏക്കർ കോഫി പ്ലാന്റേഷനകത്ത് സ്ഥിതി ചെയ്യുന്ന കോഫി കൗണ്ടി റിസോർട്ട്. വെൽക്കം ടു കോഫി കൗണ്ടി റിസോർട്ട്. കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ നീങ്ങി നേരെ റിസപ്ഷനിലേക്ക് ചെന്നു ഒരു വെൽക്കം ഡ്രിങ്കും കുടിച്ചു. ഇനി നേരെ കോട്ടേജിലേക്ക്. നമ്മളങ്ങനെ വയനാട് മേപ്പാടിയിലുള്ള കോഫി കൗണ്ടി റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് ഈ റിസോർട്ടിൽ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേ ടൈമിലാണ് ഈ റിസോർട്ടിൽ ഞാൻ വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം മഴയില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് പെരുമഴക്കാലമായിരുന്നു. ഇവിടെ നല്ല ഹെവി മഴയായിരുന്നു. മൺസൂണിലൊരു പ്രത്യേക വൈബാണ് ഈ റിസോർട്ട്. ഇതൊരു കപ്പിൾ ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയാണ്. നമ്മൾ കപ്പിൾസിന് 100% റെക്കമെൻഡ് ചെയ്യുന്ന വയനാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രൈവറ്റ് പൂൾ വില്ലകളും പ്രൈവറ്റ് പൂൾ കോട്ടേജുകളും ഒക്കെയാണ് ഈ റിസോർട്ടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ റിസോർട്ടിൽ ഇതേ ചെക്ക് ഇൻ ചെയ്ത് നമ്മളൊരു കയാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പുതിയ വീഡിയോയിലൂടെ വയനാട് മേപ്പാടിയിലെ കോഫി കൗണ്ടി റിസോർട്ടിൻ്റെ അടിപൊളി കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാം. ഏറ്റവും ടോപ്പിലായിട്ട് 180 വ്യൂ കിട്ടുന്ന 180 കോട്ടേജ് വിത്ത് പ്രൈവറ്റ് പൂൾ. പുറത്തേക്കൊരു ഓപ്പൺ ബാൽക്കണി. ആ ചീകിടിൻ്റെ കരകര എന്നുള്ള സൗണ്ടും തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബാൽക്കണി ഉള്ള റൂംസാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ വ്യൂ കേട്ടോ. കഴിഞ്ഞ വർഷം കോഫി കൗണ്ടിൽ വന്നപ്പോഴും ഈ സെയിം റൂമിൽ തന്നെയാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് എഗെയിൻ ഇവിടെ വീണ്ടും ഞാൻ വിസിറ്റ് ചെയ്തത്. ഇതാണ് ബെഡ്റൂം. നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ്. പുറത്തോട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ബാൽക്കണി. നമുക്ക് റൂമിൽ നിന്ന് തന്നെ ബാൽക്കണിയിലേക്ക് ആക്സസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ പിന്നെ AC ആവശ്യമില്ല. അത്രയും കൂളായിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ളൊരു അടിപൊളി ബെഡ്റൂം തന്നെയാണ് 180 കോട്ടേജിന് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറത്താണ് പൂള് വരുന്നത് കേട്ടോ. ഈ പൂള് നിങ്ങൾക്ക് സ്വന്തമാണ് കേട്ടോ. നിങ്ങളെങ്ങനെ ട്രീ ഹൗസ് വിത്ത് പ്രൈവറ്റ് പൂളിൽ താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. നല്ല അടിപൊളി പൂളും റൂംസൊക്കെ വെരി നൈസാണ്. 12,900 ആണ് പെർ കപ്പിൾസിന് ഈ ഒരു ട്രീ ഹൗസിൽ താമസിക്കാനായിട്ടുള്ള ബഡ്ജറ്റ് വരുന്നത്. റൂമിൽ നിന്ന് ഡയറക്റ്റ് പൂളിലായിട്ടുള്ള ആക്സസും പുറത്ത് അടിപൊളി വ്യൂ ആട്ടോ. പിന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതേ ചെങ്ങായി കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു ലിവിങ്ങും ബാൽക്കണിയും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാണ്. കട്ടൺ മാറ്റാൻ കുറേ ട്രൈ ഔട്ട് ചെയ്തു, പക്ഷെ നടന്നില്ല. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പഠിപ്പിക്കുക കേട്ടോ. അടിപൊളി ബെഡ്റൂമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രീ ഹൗസ്. കപ്പിൾസിന് റെക്കമെൻഡ് ചെയ്യുന്ന നൈസ് കോട്ടേജാണ് ഇത്. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കാറ്റഗറിയാണ്. ഇത് കൂടാതെ തന്നെ സഫാരി കോട്ടേജും പ്ലഞ്ച് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ഈ റിസോർട്ടിൽ താമസിക്കാനായിട്ട് നിങ്ങൾക്ക് 6,900 മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ബുഫേ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളൊരു കയാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഈവനിങ്ങിലാണ് ഇവർ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ ഒരുപാട് കപ്പിൾസും ഫാമിലീസും ഒക്കെ ഉണ്ട്. 2 പേരടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് 2 റൗണ്ടിൽ കയാക്ക് ചെയ്ത് വരാം. അതും ഒരു നാച്ചുറൽ പോണ്ടിൽ. ഭയങ്കര അടിപൊളിയാണ്. നല്ല വൈബാണ്. വളരെ നാച്ചുറലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പോണ്ട്. അതിനകത്ത് നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ട് വളരെ സേഫാണ്. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുഴയാൻ കൂടെ ആൾ വേണമെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഇരുന്ന് തുഴഞ്ഞ് കയാക്ക് ചെയ്ത് ഇവിടെ തിരിച്ച് കൊണ്ടുവരും. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഒരു വെറൈറ്റിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആണ് നിങ്ങൾ എടുക്കുന്ന പാക്കേജിൽ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. നമ്മളെ ചെങ്ങായി ഇതേ കയാക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പ്രോപ്പർട്ടി. ദെൻ അടുത്ത് നമ്മളൊരു ATV റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. 600 രൂപയാണ് പെർ പേഴ്സണിന് ഇവർ ചാർജ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്കിത് മിസ്സിങ് ആയതാണ്. ഇത്തവണ എന്തായാലും ഞാനിത് മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്തു. ATV റൈഡ് നമ്മൾ 2 ആളും തകർത്തു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ലൈവ് കോഫി കൗണ്ടറിലെത്തി. ഇവിടെ വന്നിനാൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട അടുത്തൊരു സംഭവമാണ് ഇവിടുത്തെ ലൈവ് കോഫി കേട്ടോ. ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന കോഫിയാണ്. ടീ കോഫിയൊക്കെ പാസ്ട്രീസ് ഡെസേർട്ടൊക്കെ കിട്ടും. അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ്. ചെറിയ രീതിയിലൊരു ഇൻഡോർ ഗെയിംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാരംസും സംഭവങ്ങളൊക്കെ വേറെയുണ്ട്. ഇതാണ് ഇവിടുത്തെ നെസ്റ്റ് ഡൈനിങ്. ഹണിമൂൺ കപ്പിൾസിന് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, ഫ്ലവർ ബെഡ്, ഇനിയിപ്പോൾ കുഞ്ഞു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം.
നോക്കിയേ ലൈവായിട്ടൊരു കോഫി കുടിക്കുക കേട്ടോ. നല്ല അടിപൊളി കോഫിയാണ്, എടുത്തു പറയണം. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിരുന്നു, അതിലുപരി റിസോർട്ടും ഇഷ്ടമായി. അപ്പോൾ നമ്മളങ്ങനെ കോഫിയൊക്കെ കുടിച്ച് അടുത്തൊരു കാറ്റഗറി റൂംസ് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഇവിടുത്തെ വുഡ് ഹൗസ് വിത്ത് പ്ലഞ്ച് പൂൾ. 6900 ആണ് ഒരു കപ്പിൾസിന് ഈ ഒരു റൂമിൽ താമസിക്കാനുള്ള ബഡ്ജറ്റ്. അതിൽ നിങ്ങൾക്ക് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ കോംപ്ലിമെൻ്ററി ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു ഹെവി ബാൽക്കണി, ആ പുറത്തോട്ട് നോക്കിയ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇവിടെ അങ്ങനെ സ്റ്റേ ചെയ്യാം. ഫുള്ള് ഇതിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ കോഫി പ്ലാന്റേഷനാണ്, വളരെ ഓപ്പൺ സ്പേസ് ആണ്, ഹെവി മരങ്ങളൊക്കെ കാണാം. അതിന് നടുവിലായിട്ടൊരു പൂളിൽ എൻജോയ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. മൺസൂണിൽ ഇവിടെ പ്രത്യേകത ഒരു വൈബാണ് കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന കോഫി പ്ലാന്റേഷൻ, അതിനകത്ത് ഭയങ്കര ഡിസ്റ്റൻസിൽ നല്ല പ്രൈവസി കിട്ടുന്ന പ്രൈവറ്റ് പൂളോട് കൂടിയിട്ടുള്ള കോട്ടേജുകൾ, ATV റൈഡ്, കയാക്കിംഗ്, ഇൻഡോർ ഗെയിംസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അതും നിങ്ങളിത് കണ്ടില്ലേ, ഭയങ്കര ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. നമുക്ക് വയനാട്ടിൽ കപ്പിൾസിന് റെക്കമെൻഡ് ചെയ്യാവുന്ന അടിപൊളി ഒരു റിസോർട്ടാണ് കോഫി കൗണ്ടി. ഇതാണ് ഇവിടുത്തെ ട്രീ ഹൗസ് വിത്ത് പ്രൈവറ്റ് പൂള്. നിങ്ങൾ കണ്ടോ, ഓപ്പൺ സ്പേസിലൊരു അടിപൊളി പ്രൈവറ്റ് പൂള്. കപ്പിൾസിന് നല്ല പ്രൈവസി ആയിരിക്കില്ല. നിങ്ങളെങ്ങനെ ഒരു ഹണിമൂൺ കപ്പിൾസ് ആണെങ്കിൽ വയനാട്ടിലേക്ക് 300 ഏക്കർ കാപ്പിത്തോട്ടത്തിന് നടുവിലായിട്ട് നിങ്ങളൊരു ട്രീ ഹൗസ് വിത്ത് പ്രൈവറ്റ് പൂളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കാണുന്ന ഒരു ട്രീ ഹൗസ് വിത്ത് പ്രൈവറ്റ് പൂള്. 180 ഡിഗ്രി വിത്ത് കോട്ടേജസ്, പ്ലഞ്ച് പൂൾ, സഫാരി കോട്ടേജസിൽ ഗ്രീൻ പൂളും ബ്ലൂ കളർ പൂളും ഇവിടെ അവൈലബിൾ ആണ്. 6900 മുതലാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കപ്പിൾസിൻ്റെ, ഒരു സിംഗിൾ ഫാമിലിക്ക്. ഇതിൽ നിങ്ങൾക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ബുഫേ ആയിട്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരികയാണ്, ഓണം വെക്കേഷനൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ വയനാട്ടിലേക്ക് ഒരു അടിപൊളി റിസോർട്ടൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാനിത് ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ, റിസർവേഷൻ നമ്പറാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പ്രോപ്പർട്ടി റിസർവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. രാത്രിയിൽ ക്യാമ്പ് ഫയർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ക്യാമ്പ് ഫയറും അതിൻ്റെ കൂടെ ഒരു ലേറ്റായിട്ട് മ്യൂസിക്കൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ചില്ല് ചെയ്യാൻ പറ്റിയൊരു വൈബ് മൂഡായിരുന്നു കേട്ടോ. ആ ഫോറസ്റ്റിൻ്റെ ആംബിയൻസൊക്കെ ആയിട്ട് കുറച്ച് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് കയറിയപ്പം ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതൊക്കെ കളിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്കുള്ള ഡിന്നർ റെഡി. അത് ലൈവായിട്ട് നോക്കിയ വെള്ളയപ്പം, ബാർബിക്യൂ, ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ്, ചിക്കൻ കറി, സലാഡ്, സൂപ്പ്, ഡെസേർട്ട്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉള്ള ഒരു അടിപൊളി ഡിന്നർ ബൊഫയാണ് ഇവർ പ്രൊവൈഡ് ചെയ്ത്. എടുത്തു പറയണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവരൊരു സർവീസും അടിപൊളിയായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ ഞാനിവിടെ ടേബിൾ സെറ്റ് ചെയ്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഏർലി മോർണിംഗ് എണീറ്റ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ നോക്കിയേ നല്ല മഴ. ഓഫ്, എന്തായാലും നമ്മളിങ്ങനെ പറഞ്ഞേ ഉള്ളൂ ഇത്തവണ കോഫി കൗണ്ടിൽ വന്നിട്ട് മഴ കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞ് തീരും മുൻപ് രാവിലെ അങ്ങോട്ട് ഡോറൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ബാൽക്കണിയിൽ വന്നപ്പോൾ നല്ല കോട മൂടിയിട്ട് കോഫി പ്ലാന്റേഷനൊന്നും കാണാൻ പറ്റാത്ത അത്രയും മൂടൽമഞ്ഞായിരുന്നു. പിന്നെ നല്ല ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് മഴയും കിട്ടി. അടിപൊളി സ്റ്റേ ആയിരുന്നു. നമ്മൾ കിടന്നതും ഉറങ്ങുന്നതും അറിയില്ല. പിന്നെ ഇവിടെ ശരിക്കും AC-ൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം അത്രയും ഒരു കംപ്ലീറ്റ് ഇങ്ങനെ ടീ പ്ലാന്റേഷൻ്റെ നടുവിലാണ് ഈ ഒരു പ്രൈവറ്റ് കോട്ടേജുകൾ വരുന്നത് കേട്ടോ. ഇവിടെ 4 കാറ്റഗറി കോട്ടേജുകളാണ് വരുന്നത്. 180 ഡിഗ്രി കോട്ടേജിലാണ് നമ്മളിപ്പം താമസിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ്. അതുപോലെ ഇവിടെ സഫാരി കോട്ടേജ് വരുന്നുണ്ട്, പ്ലഞ്ച് പൂള് വരുന്നുണ്ട്, ട്രീ ഹൗസ് വിത്ത് പ്രൈവറ്റ് പൂള് വരുന്നുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ കയാക്കിങ്ങും ATV റൈഡും എല്ലാം എക്സ്പീരിയൻസ്. പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി എടുത്ത് പറയണം, അടിപൊളിയാണ്. നല്ല സർവീസാണ്. ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല സർവീസും ഹോസ്പിറ്റാലിറ്റി ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാട്ടോ. ഡിന്നറൊക്കെ നൈസായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ചിലപ്പോൾ ഇറങ്ങുക. ചിലപ്പോൾ ഇവിടെ ഒരു 8:30 ഒക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുക. ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഫി കൗണ്ടി ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇതുപോലുള്ള അടിപൊളി യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. സൂപ്പറായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒന്ന് പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. വേറൊരു വൈബാണ്, അടിപൊളി പ്ലേസ്, നാച്ചുറൽ ഫ്രണ്ട്ലി, സൂപ്പർ
അത് നോക്കി നോക്കി എന്താ രസം. മഴയും കെട്ടി കോടയും കെട്ടി എല്ലാം കെട്ടി. ഫുഡ് അടിപൊളിയാണ്, ഭയങ്കര ഹെവി ഫുഡാണ്. സെയ്ത് അടിപൊളിയാണ്, ട്രാവലിംഗ് സൂപ്പറാണ്. നമ്മളങ്ങനെ ബാക്കപ്പ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ചെക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല മഴ, ശരിക്കും ഇവിടുന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല കേട്ടോ. അത്ര ഒരു നൊസ്റ്റടിക്കുകയാണ്, ഭയങ്കര അടിപൊളിയാണ്. റൂംസും പൂളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ തിരിഞ്ഞ് നോക്കാൻ തോന്നും. ഈ ഒരു തേയില തോട്ടങ്ങളൊക്കെ അത്രയും നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. കുടയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടോ നല്ല മഴ പെയ്യാണ്. 8 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുമ്പോൾ ഒരു 8:30 ആവും. അങ്ങനെ വീണ്ടും ഒരു വയനാട് യാത്രയുടെ വ്ളോഗാണ് നിങ്ങൾ കണ്ടത്. കോഫി കൗണ്ട് റിസോർട്ട് എന്തായാലും വന്ന് സ്റ്റേ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കുക. കാപ്പിത്തോട്ടവും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സ്റ്റേ ചെയ്യാം. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ചെക്കൗട്ട് ചെയ്യാണ്. താഴെ റിസപ്ഷനിലേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് നമുക്ക് വാക്ക് ചെയ്തിട്ട് വേണം താഴോട്ട് ഇറങ്ങാനായിട്ട്. താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങണം. വരുന്ന വഴി ചെറിയൊരു കൺജസ്റ്റഡ് ആണെങ്കിലും കാറൊക്കെ കയറി വരും കേട്ടോ, സേഫാണ്. മറ്റൊരു യാത്രയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ബഡ്ജറ്റ് ട്രാവൽ ഫുഡ് ബൈ സൈദു.